അനിയും അനാമികയും തമ്മിലുള്ള വിവാഹബന്ധം അങ്ങനെ വേർപിരിയുകയാണ് ചെയ്യുന്നത്. അതെ, അതുടനെ തന്നെ സംഭവിക്കുന്നു. അനിയുടെയും നന്ദുവിൻ്റെയും ജീവിതത്തിലേക്ക് ഇനി സന്തോഷത്തിൻ്റെ നാളുകൾ കടന്നു വരികയാണ്. അധികം വൈകാതെ തന്നെ അനിയും അനാമികയും തമ്മിൽ വിവാഹബന്ധം വേർപിരിയുന്നു. അനിയുടെ ഒരു തരി സ്വത്ത് പോലും സ്വന്തമാക്കാതെ അവൾ മറ്റുള്ള കാമുകനുമായി ബന്ധത്തിലാണെന്ന് തെളിവുകൾ സഹിതം നയനയും അതുപോലെ തന്നെ ആദർശം വെളിപ്പെടുത്തുന്നതോടുകൂടിയായിരുന്നു അവരുടെ വിവാഹബന്ധം പെട്ടെന്ന് വേർപിരിയുന്നത്. അങ്ങനെ ആ സന്തോഷ നിമിഷങ്ങൾ വന്നെത്തുന്നു. അതോടുകൂടി അനിയുടെയും നന്ദുവിൻ്റെയും ജീവിതത്തിലേക്ക് വീണ്ടും പ്രണയത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ദിനങ്ങൾ കടന്നു വരികയാണ്. അനാമിക എന്ന ആ വലിയ ദുരന്തം, ആ ബാധ്യത അങ്ങനെ അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതോടുകൂടി പാതി മനസ്സമാധാനത്തിലാവുകയാണ് അനി. അതിനു പുറകെ തൻ്റെ ജീവിതത്തിലേക്ക് ഇനി നന്ദുവിനെ വിളിച്ചു കയറ്റിയാൽ മാത്രം മതി എന്നുള്ള കടമ്പ മാത്രമാണ് ഇനി അനിക്കുള്ളത്. എന്തായാലും അധികം വൈകാതെ തന്നെ ആ സന്തോഷ വാർത്ത ഏവരിലേക്കും എത്തുന്നു. എന്തായാലും അത് ആ സന്തോഷം നന്ദുവിനെ വേറെ സന്തോഷിപ്പിക്കുകയാണ്. അനയുടെ ജീവിതത്തിലേക്ക് ഇനി കടന്ന് ചെല്ലാമെന്നും ഉള്ള പ്രതീക്ഷ നന്ദുവിൽ ഉടലെടുക്കുന്നു.